ബംഗ്ലാദേശിൽ വീണ്ടും അട്ടിമറിയൂ. അത്തരം സൂചനകളാണ് പുറത്തുവരുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചാണ് നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസിനെ മുഖ്യ ഉപദേഷ്ടാവാക്കി ഇടക്കാല സർക്കാർ രൂപീകരിച്ചത്. ഈ സർക്കാരും പുറത്തേക്കുള്ള വഴിയിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മുഹമ്മദ് യൂനിസിനെതിരെ അട്ടിമറി ആരംഭിച്ചു. രാജ്യത്തിൻ്റെ സൈനിക മേധാവി വഖാറുസ്സമാൻ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം നടത്തിയിരുന്നു. പിന്നാലെ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. മുഹമ്മദ് യൂനിസ് ഇത് പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. കിംവദന്തികളുടെ ഉത്സവമാണ് നിലവിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് ബംഗ്ലാദേശിൽ അക്രമാസക്തമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചു. ഒരു ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ നിലവിലുള്ളത്. സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂനിസും. അദ്ദേഹം ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശ് സൈനിക മേധാവി വഖാറുസ്സമാനും മുഹമ്മദ് യൂനിസും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. രാജ്യത്തെ ക്രമസമാധാന നില തകരാറിലാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് യൂനിസ് സർക്കാരിനെ അട്ടിമറിക്കാൻ സൈന്യം പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതുകൂടാതെ ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഖാറുസ്സമാനും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച് അടിയന്തര യോഗം ചേർന്നു. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള ആദ്യപടിയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് മുഹമ്മദ് യൂനിസ് പക്ഷത്തെ അമ്പരപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് യൂനിസ് ഞെട്ടിക്കുന്ന ഒരു വിശദീകരണം നൽകിയത്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇടക്കാല സർക്കാർ അധികാരമേറ്റ ശേഷം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കിംവദന്തികളുടെ ഉത്സവമാണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായി ഒന്നിനു പിറകെ ഒന്നായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു. എല്ലാ തരത്തിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഒരു ഫോട്ടോ മറ്റൊരു ഫോട്ടോയുമായി സംയോജിപ്പിച്ച് അവർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കഥകൾ അവർ വെബ്സൈറ്റുകളിൽ പ്രചരിപ്പിക്കുന്നു. അവ ബംഗ്ലാദേശിലാണ് നടക്കുന്നതെന്ന് അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും തെറ്റായ വിവരങ്ങളുടെ തീവ്രത വർദ്ധിക്കുകയാണ്. ആരാണ് ഇതിന് പിന്നിലെന്നും അവർ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നതെന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ കിംവദന്തികളുടെയും തെറ്റായ സിദ്ധാന്തങ്ങളുടെയും വ്യാപനം തടയാൻ ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സഹകരണം തേടുകയാണ്. ഈ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സഹകരണം ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മുഹമ്മദ് യൂനിസ് പറഞ്ഞു. ബംഗ്ലാദേശിൽ അട്ടിമറി ശ്രമം നടക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങൾ വെറും കിംവദന്തിയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ മുഹമ്മദ് ഉസ്സമാൻ സൈനിക ഉദ്യോഗസ്ഥരുമായി ആർമി ആസ്ഥാനത്താണ് കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം ചേർന്നത്. യോഗത്തിൽ പ്രധാന സൈനിക ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രത്യേക അധികാരങ്ങളുള്ള 5 ലഫ്റ്റനന്റ് ജനറൽമാർ, 8 മേജർ ജനറൽമാർ, കമാൻഡിംഗ് ഓഫീസർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടക്കാല സർക്കാരിലുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിൽ കുറയുന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാനമായും ചർച്ച നടന്നത്. ബംഗ്ലാദേശിൽ എങ്ങനെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാമെന്നും ഇതിനായി സൈന്യം എന്തു ചെയ്യണമെന്നും ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം രാജ്യത്തെ നിലവിലെ സ്ഥിതി തുടർന്നാൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. സമ്മർദ്ദം കുറയ്ക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ രാജ്യത്ത് ഉടൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണോ അതോ മുഹമ്മദ് യൂനിസിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ സൈന്യത്തിന് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടുകളാണ് മുഹമ്മദ് യൂനിസ് നിഷേധിച്ചത്.